3 ദിവസം കൊണ്ട് എനിക്ക് നല്ല റിട്ടേൺ തന്ന ഒരു ട്രേഡിന്റെ അനാലിസിസ് വീഡിയോ ആണിത്. ഈ സ്റ്റോക്കിൽ ഞാൻ എങ്ങനെ എൻട്രി എടുത്തു, എന്തായിരുന്നു എൻട്രി എടുക്കാനുണ്ടായ കാരണം എന്നൊക്കെ പറയാം. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്റ്റോക്ക് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. 3 ദിവസം മുമ്പേ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ സ്റ്റോക്കിൽ എൻട്രി എടുത്തു, നല്ല പ്രോഫിറ്റ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതായിരുന്നു ആ സ്റ്റോറി. CDSL ആണ് സ്റ്റോക്ക്. വളരെ വ്യക്തമായിട്ട് ബ്രേക്ക് ഔട്ട് ലെവൽ മാർക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ലെവലിൽ നിന്ന് ഇന്ന് 3ാമത്തെ ദിവസം ഏകദേശം 185 രൂപയോളം മേലോട്ട് കയറിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ചാർട്ട് നോക്കിയിട്ട് പറയാം. ഈ കാണുന്നത് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ CDSLന്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. 1 ഡേ ആണ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനം മുതൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാർക്കറ്റ് നന്നായി ഒന്ന് ഡൗൺ ആയപ്പോൾ പോലും CDSL അത്രയധികം താഴോട്ട് പോയിട്ടില്ല. ഈ വരച്ചിരിക്കുന്ന നീല ലൈൻ അതിനാണ് സൂചിപ്പിക്കുന്നത്. എൻറ്റയർ മാർക്കറ്റ് ഡൗൺ ആയിരുന്ന സമയത്തും CDSL അപ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ ഈ ബ്ലൂ ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും റിവേഴ്സലായി മേലോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് വീണ്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തത്. മേലോട്ടേക്ക് വലിയ വിക്കുള്ള ഈ ഒരു റെഡ് കാൻഡിൽ കണ്ടല്ലോ, ഈ ദിവസം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. തൊട്ടടുത്ത ദിവസം നല്ലൊരു ഗ്രീൻ കാൻഡിൽ വന്നപ്പോൾ അത് ഒരു കൺഫർമേഷൻ കാൻഡിലായിട്ട് ഞാൻ എടുത്തു. ആ ദിവസം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. ഈ റെഡ് കാൻഡിലിന്റെ ഏറ്റവും താഴത്തെ ലെവലായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്തിരുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഇതുപോലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക് ഔട്ട് തന്നാലും അത് വീണ്ടും നെഗറ്റീവിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്.